ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഇൻ സേവിങ് എ 1 മില്യൺ ദിറംസ് അല്ലെങ്കിൽ $1 മില്യൺ whatever. ഒരു മില്യനർ ആകുന്നതിനെ കുറിച്ച്, ഒരു മില്യനർ ആകുന്നത് ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്. ഒരു മില്യനർ ആകുന്നത് ഞാൻ 2025 ഡിസംബർ 31 ഞാനൊരു മില്യനർ ആകുന്നത് ഞാനിങ്ങനെ അനുഭവിക്കുകയാണ്. ഓ, എന്ത് എന്ത് സുഖമുള്ള അനുഭവമാണ്. എൻ്റെ ബാങ്കിൽ അബണ്ടൻസ്, നിറയെ പണമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ആകുന്നത് ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഇത് ഞാൻ ഇങ്ങനെ നിരന്തരമായി എഴുതുകയാണ്. ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ഇൻ ബീങ് എ മില്യനർ. ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. മൈ ഗുഡ്നസ്, സോ എക്സൈറ്റഡ് ടു ബി എ മില്യനർ. ഇത് ഞാൻ നിരന്തരമായി എഴുതുന്ന ഒരു മനുഷ്യനെ, യു വിൽ ബി എ മില്യനർ ഇൻസൈഡ് യുവർ മൈൻഡ്. യു ബി എ മില്യനർ ഇൻസൈഡ് യുവർ ഹാർട്ട്. പുറത്ത് ചിലപ്പോൾ ആൾക്കാർ അത് ചിലപ്പോൾ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെ ഒരു മില്യനർ ആകണമെങ്കിൽ നമ്മൾ ചില ആക്ഷൻസ് എടുക്കണം. യുമാൻസിന്റെ ആദ്യത്തെ സെക്കൻഡ് റൗണ്ടിൽ, വിച്ച് ഇസ് നമ്മൾ കോഴിക്കോട് നടന്ന റൗണ്ടിൽ ഞാനൊരു ചലഞ്ച് പറഞ്ഞായിരുന്നു. 10 രൂപ 100 രൂപ കൊടുത്ത് നിങ്ങൾക്ക് മില്യനർ ആകാമെന്ന്. ഒരു ദിവസം 10 പേരെ പോയി കണ്ട്, 10 ദിവസം 10 പേരെ കണ്ട് നിങ്ങൾക്ക് മില്യനർ ആകാമെന്ന്. നിങ്ങളിൽ പലരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. പലപ്പോഴും ഇല്ലാതിരിക്കാനാണ് സാധ്യതകൾ ഉണ്ടാകാറുള്ളത്. ഞാൻ പലപ്പോഴും ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ 1% അല്ലെങ്കിൽ 5% വരെ ആൾക്കാർ മാത്രമേ ഈ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളൂ. അതിൽ എന്നെ എക്സൈറ്റ് ചെയ്ത ഒരു ലീഡർ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹാഷിം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ അഡ്മിൻസ് ഒന്ന് സഹായിക്കണം. ഹാഷിം 10 ദിവസം ഈ ഇനിഷ്യേറ്റീവ് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയെന്ന് ഹാഷിം പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഹാഷിമിനെ ഈ ഒരു കുറച്ചു നേരം ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ വിടുകയാണ്. ഹാഷിം ചെയ്തത് മാത്രമല്ല, ഇത് ഹാഷിമിനെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഹാഷിമിനെ അറിഞ്ഞത്. ചെയ്ത ഒരുപാട് പേര് വേറെ ഉണ്ടാകും. പക്ഷെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രം. ഹാഷിം ഒന്ന് മൈക്കിൽ വരുമോ? ജസ്റ്റ് ഒന്ന് ഞാൻ അൺമ്യൂട്ടാണ്. അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ് ടു ആൾ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഓരോ ദിവസവും ഞാനത് റിപ്പോർട്ട് ചെയ്യാം. എന്റെ ഓഡിബിൾ ആണോ സൗണ്ട്? ഓഡിബിൾ ആണ്, ഓക്കെ. അപ്പോ ഞാൻ വിചാരിച്ചു ഇതൊരു ചാലഞ്ചാണ്. ഒരു ചാലഞ്ചിനേക്കാൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 10 പേരെ 10 ദിവസം കൊണ്ട് 10 രൂപ കൊടുത്ത് കാണാം. 100 പേരെ കാണാനുള്ളൊരു അവസരം. ഞാൻ ആദ്യത്തെ ദിവസം തിരഞ്ഞെടുത്തത് മെഡിക്കൽ കോളേജായിരുന്നു. കാരണം പൈസ ഇല്ലാത്തവർ വരുന്നത് മെഡിക്കൽ കോളേജിലാണല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നത്. സത്യത്തില് ഞാൻ ആ 10 പേര് കൊടുത്തിട്ട് പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് പോകുന്നത്. എന്റെ നോട്ടം, എന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, 10 രൂപ കൊടുക്കണം. അത് അറിയാത്ത 10 പേർ കൊടുക്കണം. ഈ കൊടുക്കുമ്പോൾ അവര് അൺഎക്സ്പെക്ടഡ് ആയിട്ട് 10 രൂപ അവരുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത്, 10 രൂപ നമ്മളെ സംബന്ധിച്ച് വളരെ ചെറുതാണെങ്കിലും ആ സമയത്ത് അവർക്ക് 10 രൂപ കിട്ടിയപ്പോൾ ഒരു സന്തോഷവും അവരുടെ ചിരിയും, ആ ചിരിയാണ് എന്നെ വല്ലാതെ കരയിപ്പിച്ചത്. ഞാൻ ഒരു 2 ഡേയ്സിന്റെ പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപയാണ് 2 പാക്കറ്റ്. ഒരു ആഠ്യത്തുള്ള ഒരാള്, കതറക്കെട്ട് പഴയ കോൺഗ്രസ് നേതാവാണ്. ആളിന് കൊടുത്ത സമയത്ത് ആളിത് മേടിച്ചിട്ട് കണ്ണിന്ന് ഒരു കണ്ണുനീര് പൊടിക്കും. കാരണം അയാൾക്ക് നടക്കാൻ, അയാളും അയാളുടെ മകളും ഉണ്ട്. 11 മണിയായിട്ട് ഭക്ഷണം കഴിച്ചില്ല, അത്ര നേരമായിട്ട്. എന്താ കാരണമെന്ന് ഞാൻ ചോദിച്ചില്ല. രണ്ടാമത്തെ ദിവസം, ഓരോ ദിവസങ്ങളും 10 അനുഭവങ്ങളാണ്. ശരിക്കും ഞാൻ ഈ 10 ദിവസം, ഞാൻ എന്റെ കഴിഞ്ഞ 4-5 കൊല്ലത്തിനാണ് ഞാൻ നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ശരിക്കും ഞാൻ ജീവിച്ചതും ഉറങ്ങിയതും, സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ ദിവസം ഞാൻ ജീവിക്കായിരുന്നു. ഒരു 10 രൂപ കിട്ടിയപ്പോൾ ഒരു അൺഎക്സ്പെക്ടഡ് ഹഗ് കിട്ടി. എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഹഗ്ഗായിരുന്നു. ഒരു മദ്രസയിൽ നിന്ന് പോയ ഒരു കുട്ടി, വല്യമ്മ കൂടെ ഉണ്ട്, അവന്റെ കയ്യിൽ 10 രൂപ കിട്ടിയപ്പോ ആ 10 രൂപ കണ്ടവൻ തുള്ളിച്ചാടിയത്. 10 രൂപ ഇല്ലാഞ്ഞിട്ടാണ്, പക്ഷെ അവന് കിട്ടിയ സമയത്ത് അവർക്ക് സന്തോഷം ഉണ്ടല്ലോ. അതുപോലെ ഒരു സ്ത്രീ, ആള് ഭ്രാന്തുണ്ട്. അപ്പൊ ഞാൻ 10 രൂപ കൊടുത്തപ്പോ എന്റെ കൈ കാണിച്ചു. അവർക്ക് ഭാഷ അറിയില്ല. കൈ കാണിച്ചിട്ട് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ, അവര് നമ്മള് നോർത്ത് ഇന്ത്യൻസ് ആണ്, ഞാൻ പറഞ്ഞു ഒരു 3 പൊറോട്ടയും 30 രൂപ ആയിട്ടുള്ളൂ. പക്ഷെ ആ ഓരോ പൊറോട്ട കഴിക്കണം ഞാൻ കാണുമായിരുന്നു. എന്റെ മക്കൾക്ക് കൊടുത്തതിനേക്കാൾ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയത്, എനിക്ക് ഈ 1000 രൂപ കൊടുത്ത് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 10 ദിവസം. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്കൊരിക്കൽ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, കിട്ടുമ്പോൾ ഒരു പുഞ്ചിരി.
നേരത്തെ റിയാസ് ഭായ് പറഞ്ഞ ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ആത്മാവിനെ ഒന്ന് തൊട്ടുണർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഈ 10 ദിവസം. ഞാൻ ഒന്നുമില്ല, ഇനി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്തു. പക്ഷെ റിയാസ് ഭായ് നേരത്തെ പറഞ്ഞ പല വാക്കുകളുള്ള ഒരു ഇതാണല്ലോ, ഗോഡ്സ് ഇൻ സ്മാൾ തിങ്സ് എന്നും. റബ്ബ് ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. എനിക്ക് ഉണ്ടായ ബെനിഫിറ്റ്സ്, എന്റെ ബിസിനസ്സിലുണ്ടായ ബെനിഫിറ്റ്സ് ഞാൻ ആരോടും പറയുന്നില്ല. അത് പ്രതീക്ഷ ആരും ചെയ്യണ്ട. കാരണം എനിക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന, എന്റെ ബിസിനസ്സിൽ അപ്രാപ്യമെന്ന് തോന്നുന്ന പലതും, പല അത്ഭുതങ്ങളും ഞാൻ റിയാസ് ഭായിയോട് പോലും ചർച്ച ചെയ്തിട്ടില്ല. ഈ 10 ദിവസത്തിലുണ്ടായി, ഉണ്ടാകും. എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ ഇന്ത്യയിലുള്ള പല പല 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയുള്ള ട്രെയിനേഴ്സിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബിലീവ് മീ, നിങ്ങൾ 127 114 പേര് കേൾക്കുന്നുണ്ടാവും. ഞാൻ ഈ ഹ്യൂമാക്സ് പോലെ എന്നെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഈ 2 പേരും തന്നവരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചത്. എന്നെ ശരിക്കും ഞാൻ ഈ 10 ദിവസം കൊണ്ട് മനുഷ്യന്റെ കണ്ണിൽ നോക്കാൻ പറ്റി. ഞാൻ യാത്ര ചെയ്യുമ്പോൾ മൊബൈലായിരുന്നു നോക്കുന്നത്. ഇപ്പൊ ഞാൻ മനുഷ്യന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്, അവരുടെ ദൈന്യത. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടിയത് തമ്പാൻ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ചെന്നു. നല്ല നല്ല ഒരു വെൽ ഡ്രസ്ഡ് ആണ് ആള് എങ്ങോട്ടുമില്ലാതെ ശരിക്കും ഒരു ദൂരത്തേക്ക് നോക്കിക്കാണ്. ഞാൻ ചെന്നു, ഇങ്ങനെ തോളിൽ തട്ടിട്ട്, എന്താ പറ്റി, എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് ആര്യനാട് പോകണം. എനിക്ക് പൈസ ഉണ്ടോ കയ്യില്? ഇല്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, പോക്കറ്റ് അടിച്ചു പോയതാ, പോവാൻ പൈസ ഇല്ല, ആരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്റെ 10 റുപ്യയിലെ കൊടുക്കാൻ പറ്റും. ഞാൻ ആ റൂൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എത്ര രൂപയാണ് പോകാൻ, നാട്ടിൽ പോകാൻ? എനിക്ക് 28 രൂപ വേണം. ഞാൻ ഭക്ഷണം കഴിച്ചോ? അതായത് നമുക്കൊരു ഒരു ചായ കുടിച്ചാലോ? ഞാൻ പോയി, നമ്മൾ രണ്ടു ചായ, ഒരു കടി കഴിച്ചു. ശരിക്കും ആ ഓരോ സമയത്ത് ആൾ എന്റെ മുഖത്തേക്കും കണ്ണിലേക്കും നോക്കുന്നുണ്ടായിരുന്നു. റിയലി നിങ്ങൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും. നിങ്ങൾക്ക് 100 പേരെ കിട്ടില്ല. ഞാൻ ഇതിനു വേണ്ടി എന്റെ വണ്ടി എടുത്തു, ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു. ശരിക്കും 100 രൂപ കൊടുക്കാൻ വേണ്ടി ഞാൻ 500 രൂപ ചെലവാക്കിയ ദിവസങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ ഒരു സ്റ്റാഫിനുണ്ടായ ഒരു മാറ്റം പറയാം. ഒരു ദിവസം 40 രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്ന ആളാണ്. ആളെ ഈ ആഫ്റ്റർ 10 ഡേയ്സ് മുതൽ 40 രൂപ 4 പേർക്കായിട്ട് കൊടുക്കുന്നു. സാറേ എന്നോട് പറഞ്ഞാണ്, എന്നോട് കഴിഞ്ഞ ദിവസം സാറേ, ഈ ലോട്ടറി അടിച്ചതിനേക്കാൾ സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് കേട്ടപ്പോണ്ടല്ലോ, എന്റെ കൂടെയുള്ള എല്ലാവരും ഇപ്പൊ ചില്ലറ മാറിയാ വെക്കുന്നത്. ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് 10ന്റെ നോട്ട് കിട്ടാനില്ല. ഇവര് ശരിക്കും ഓരോ കടകളിൽ പോയിട്ട് യാചിക്കണം, എനിക്ക് 10 രൂപ 10 രൂപ തരും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിൽ 10 പേരെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തില് അത്ഭുതങ്ങൾ എന്നുള്ളത് ഭൂമിയിൽ ഉള്ളതാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചാണ് ഈ കഴിഞ്ഞ 10 ദിവസത്തിൽ. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും, once in a life, പ്ലീസ്. താങ്ക്സ് അലോട്ട്. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന റിയാസ് ഭായി, എനിക്ക് ശരിക്കും നിങ്ങളോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഓരോ സമയത്തും ഞാൻ റബ്ബിനോടും നിങ്ങളോടും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ഈ ഒരു അവസരം തന്നതിൽ. ഇതൊരു 10 രൂപയ്ക്ക് ഇത്ര അത്ഭുതം കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരിക്കലും കരുതില്ല. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കരഞ്ഞിട്ടാണ്, നിലവിളിച്ചിട്ടാണ്, സന്തോഷം കൊണ്ട്. ഞാൻ ശരിക്കും എന്റെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഈ കുട്ടികൾ തുള്ളിച്ചാടില്ലേ, നല്ല ടോയ്സ് കിട്ടുമ്പോൾ ഞാൻ ശരിക്കും കുട്ടിയായി മാറി. ഞാൻ തുള്ളിച്ചാടി. എന്റെ ബിസിനസ്സിൽ എനിക്ക് ഒരു കോടി രൂപ കിട്ടിയാൽ പോലും അത്ര സന്തോഷം എന്റെ ജീവിതത്തിൽ കിട്ടിയില്ല. once again, thanks a lot. Thank you so much. It means a lot to come here and express your feedback. നല്ല മനുഷ്യനാകാനും, നല്ല ലീഡറാകാനും, നല്ല ബിസിനസ്സുകാരനാകാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഏരിയയാണ് ഞാനും സെൻസിയും ഹ്യൂമാക്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ഏരിയ, ടു ആക്ച്വലി ഗീവ് അൺകണ്ടീഷണലി എക്സ്പെക്ടിങ് നത്തിങ് ഫ്രം റിട്ടേൺ, നത്തിങ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സെൽഫ്ലെസ് ആയി 10 രൂപ കൊണ്ടുപോയി 10 പേർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ 10 പേരോ 10 രൂപയോ ഒന്നുമല്ലായിരുന്നു. അവിടെ നമ്മളിൽ ഉണ്ടായിരുന്ന മാറ്റം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് അങ്ങനൊരു ഹൃദയം നമുക്കുണ്ടാകും. മനുഷ്യനെ പരിഗണിക്കാൻ, കണ്ണിലൂടെ ഹൃദയം കാണാൻ പറ്റുന്ന ഒരു പുതിയ നേച്ചർ ഓഫ് എക്സ്പീരിയൻസ് നമ്മളിൽ ഉണ്ടാക്കുക. അതാണ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. 10 പേരെ കാണാൻ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും 100 പേരെ 10 ദിവസം കൊണ്ട് കാണുകയും ഈ 100 പേരുടെയും കണ്ണിലൂടെ അവരുടെ ലൈഫിനെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നിടത്താണ് നമ്മുടെ ഉള്ളിലെ എംപതി എന്ന് പറയുന്ന ആ വികാരങ്ങളൊക്കെ ഔട്ട്ബസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ എന്ന് പറയുന്ന മഹാസാധ്യതയെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാനും സെൻസിയും ഹ്യൂമാക്സ് തുടങ്ങുന്നതിന് മുമ്പ്
ഹ്യൂമാൻസ് തുടങ്ങിയപ്പോഴും ഹ്യൂമാൻസ് ഈ നിമിഷത്തിലും ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് നമുക്ക് മനുഷ്യനാകാൻ സാധിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് പഠിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു നല്ല മനുഷ്യനാകാൻ സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ നല്ല നല്ല യുനോ നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരു ഷെഫിന് നല്ല ആഹാരം ചിലപ്പോൾ നമുക്ക് വിളമ്പി മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. നല്ല ടേസ്റ്റോടെയും കൊടുക്കാൻ പറ്റുമായിരിക്കും. നല്ല നല്ല റെസിപ്പീസ് ഇട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമായിരിക്കും. നല്ല വൈറ്റമിൻ കണ്ടൻസും മിനറൽ കണ്ടൻസും ഒക്കെ ഇട്ടും കൊടുക്കാമായിരിക്കും. പക്ഷെ അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ ഒരാൾക്കൂടെ കഴിക്കാമെന്ന് ഒരു തോന്നൽ ഒരു ഷെഫിന് ഉണ്ടാകുമ്പോഴാണ് ആ പറയുന്ന ഷെഫിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാൻ നമുക്ക് ചുറ്റും സാധിക്കും. അങ്ങനെ ഒരു വിഷൻ നമുക്ക് കാണാൻ സാധിക്കണം. ഈ നമ്മളുടെ മനസ്സിലെ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങളും നമ്മളുടെ മനസ്സിലെ ലക്ഷ്യങ്ങളും ഒക്കെ സാധ്യമാക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗോൾ സെറ്റ് ചെയ്യണം. തീർച്ചയായും ചെയ്യണം. എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ അടുത്ത ഒരു സെഷനിലൂടെ നമുക്ക് ഇനിയും കൂടുതൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. യുനോ ദൈവം ഇരിക്കുന്നത് ചെറിയ ചെറിയ കർമ്മങ്ങളിലാണ്. ആത്മീയമായിട്ട് നമ്മൾ ജീവിതത്തെ കാണാൻ സാധിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെയാണ്. ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ട് വലിയ വലിയ വിജയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. സാധിക്കട്ടെ. സാധിക്കുന്നത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാണ്. വിത്ത് ദാറ്റ് നോട്ട് ഐ ലീവ് ദിസ് ടു സെൻസി ഫോർ ജസ്റ്റ് ഫ്യൂ വേർഡ്സ്. യുമാക്സ് വന്നപ്പോൾ അതിലൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ ചിലർക്കൊക്കെ ഒരു വിശ്വാസം, വാട്ട് യു മീൻ ബൈ റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ, ഹൗ ഇസ് ഇറ്റ് ഗോൺ ടു ഹാപ്പൻ? ഇപ്പം നിങ്ങൾ കേട്ട 100 രൂപേൻ്റെ കഥ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ റിസൾട്ടാണ്. ഹൗ മെനി ഓഫ് യു അഗ്രി ടു ദാറ്റ്? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു റിമെമ്പർ, ഡോണ്ട് കം വിത്ത് എ ഫിൽ കപ്പ്, കം വിത്ത് എ എംപ്റ്റി കപ്പ്, ആൻഡ് വൺ ഡ്രോപ്പ്, വൺ മെസ്സേജ് കുഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോം യു. There could be a lot of people among you. കുറേ ആൾക്കാരുണ്ടോ മാറിയിട്ടുള്ളത്? This is an example of rapid transformation. നിങ്ങൾക്ക് മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, when you come somewhere with an open cup, you are definitely going to change and transform your life.